നിങ്ങൾക്ക് അഹങ്കാരം പാടില്ല, എപ്പോഴും വളരെ എളിമയോട് നിൽക്കണം എന്ന് നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ അവർ ചെയ്തതെന്തെന്ന് പറയോ? അവർ നിങ്ങളുടെ ചിറകുകൾ മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഞാൻ ഓയിച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഈഗോ അഥവാ അഹങ്കാരം എന്നത് വളരെ വലിയ തെറ്റാണ്. അത് നമ്മളെ നശിപ്പിക്കും എന്നുമാണ് പഴയ സംസ്കാരങ്ങളും ദുർബലരായ മനുഷ്യരും നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ലോകം ഭരിക്കുന്ന കോടീശ്വരന്മാരും വലിയ വ്യവസായികളും തങ്ങളുടെ ഈഗോയെ ഒരിക്കലും നശിപ്പിക്കാറില്ല. മറിച്ച് അവർ അതിനെ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള അതിശക്തമായ റിവേഴ്സ് ഈഗോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ അപാരമായ സൃഷ്ടാവിന് അതിൻ്റെതായ ഒരു ഗാംഭീര്യമുണ്ട്. നിങ്ങളുടെ കഴിവുകളെയും അറിവിനെയും നിങ്ങൾ തന്നെ അംഗീകരിക്കാതിരിക്കുകയും എളിമ അഭിനയിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ജീവോർജം ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് തൻ്റെ അറിവിലും ലക്ഷ്യത്തിലും തികഞ്ഞ അഹങ്കാരമുള്ള ഒരു വ്യക്തിയുടെ തലച്ചോറ് ഉയർന്ന അളവിൽ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുകയും അത് അയാളെ അജയ്യനായ ഒരു ലീഡറാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നാണ്. ഈഗോ ഇല്ലാത്തവനല്ല, മറിച്ച് ആ ഈഗോയെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് സുഗമമായി തിരിച്ചുവിടാൻ അറിയുന്നവനാണ് യഥാർത്ഥ വിജയി. ഇന്ന് മുതൽ ആ പഴയുടെ എളിമ അങ്ങോട്ട് എടുത്തുക, ആ മുഖംമൂടി അങ്ങ് വലിച്ച് എറിയുക. സ്വാഭാവികമല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്താൽ കുറച്ച് അഹങ്കാരമൊക്കെ നമുക്ക് തോന്നും. ഒരു വലിയ വീട് വാങ്ങിച്ച്, വലിയൊരു കാറ് വാങ്ങിച്ച്, അതൊക്കെ വേണം. ജീവിതത്തിൻ്റെ ഡ്രസ്സ് അതിലൊക്കെ കിടക്കുന്നത്. അപ്പം ഇന്ന് മുതൽ ആ എളിമയുടെ മുഖംമൂടി അങ്ങ് അയച്ചു വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലെ റിവേഴ്സ് ഈഗോയെ, അത് ഈഗോ നമ്മളെ നശിപ്പിക്കാനുള്ളതല്ല, അഹങ്കാരം നമ്മളെ നശിപ്പിക്കാനുള്ള ബോധം കളയാനുള്ളതല്ല, ഞാൻ എന്ന ഭാവം, അതേക്കുറിച്ചാണ് പറയുന്നത്. ഇത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ പറയുന്ന 3 കാര്യങ്ങളൊന്ന് ചെയ്യാം. 1, നിങ്ങളുടെ കഴിവിലും അറിവിലും തികഞ്ഞ അഹങ്കാരം കാത്തു സൂക്ഷിക്കുക. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ് എന്ന് പറയുന്ന ആ പഴയ ശീലമുണ്ടല്ലോ, അത് ഇന്ന് തന്നെ അങ്ങ് ഉപേക്ഷിക്കുക. എൻ്റെ അറിവിനും പ്രയത്നത്തിനും ഈ ലോകത്തിൽ വളരെ വലിയ വിലയുണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റാ എന്ന് യാതൊരു കുറ്റബോധവും ഇല്ലാണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുക. ഇനി 2, നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരിക്കലും സങ്കോചപ്പെടരുത്. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, പ്രൊഫഷണലി എനിക്ക് വലിയ നിലയിലേക്ക് ഉയരണം, എനിക്ക് നല്ല പൈസ ഉണ്ടാക്കണം, എനിക്ക് വലിയ കാറ് വേണം, എനിക്ക് വലിയ വീട് വേണം എന്നൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് പറയണതിനൊരു മടിയും വേണ്ട. പറയുമ്പോൾ അത് സാധിക്കുമോ എന്നൊരു സംശയവും വേണ്ട. പകരം എൻ്റെ ഈഗോ ഈ വിജയങ്ങൾ അർഹിക്കുന്നുണ്ട്, എനിക്കിതൊക്കെ അർഹതയുണ്ട് എന്ന് അധികാരത്തോട് കൂടെ മാത്രം സംസാരിക്കണം. ചിലരുടെ അവിടെ സ്വപ്നമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അറിയാം, എനിക്ക് ഒരു മില്യണറായ കൊള്ളാമെന്നൊക്കെയാണ് എന്ന് പറയും. എന്തോ മില്യണറാവുക കുറച്ച് അതിനെക്കുറിച്ച് പറ്റില്ല എന്നൊരു മുഖഭാവം. എനിക്കൊരു മില്യൻ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ റുപ്പീസിലല്ല, ഡോളേഴ്സിൽ, റൈറ്റ്? അപ്പോൾ കോടിപതി, എനിക്ക് കോടിപതി ആവണം, എനിക്ക് ബില്യനെയർ ആവണം. എലോൺ മസ്ക് കണ്ടില്ലേ, 100 ബില്യൻ്റെ മേലെ കടന്നു. സോ ഇറ്റ്സ് പോസിബിൾ. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്നെ കൂടെ അത് പറ്റും, അതെനിക്ക് അർഹതയുണ്ട് എന്നുള്ള ഭാവത്തിൽ തന്നെ സംസാരിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അഭിമാനത്തോടു കൂടി. മറ്റുള്ളവർ ചിരിക്കുമായിരിക്കും, അത് ചിരിക്കട്ടെ, അവരിന്ന് ചിരിക്കട്ടെ, പക്ഷെ നമ്മൾ അഭിമാനത്തോടു കൂടി സംസാരിക്കുക. പിന്നെ നിങ്ങളുടെ ഈഗോയെ നിങ്ങളുടെ കവചമാക്കി മാറ്റുക. അതായത് നിങ്ങളുടെ ഊർജത്തെയും സമയത്തെയും വില കുറിച്ച് കാണുന്നവരോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അകലം പാലിക്കുകയാണ്. എൻ്റെ റേറ്റ് ഇതാ, എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ റേറ്റ്, നീയും ഇത്രയും വലിയ റേറ്റ് എന്നൊക്കെ പറഞ്ഞവരങ്ങ് അകലം പാലിക്കുക. നിങ്ങളുടെ നിലവാരത്തിന് താഴെയുള്ള ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാൻ എൻ്റെ ഈഗോയെ ഞാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുക. അതായത് നിങ്ങൾ ഭയത്തിൻ്റെയും എളിമയുടെയും കെട്ടുപാടുകളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല. നിങ്ങളുടെ യഥാർത്ഥ ഗാംഭീര്യം പുറത്തേക്കെടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അത് സഹായിക്കാൻ വേണ്ടി ഇന്ന് 7:30 ഞാനൊരു പരിശീലനം നടത്തുന്നുണ്ട് സൂമിലൂടെ. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ബിസിനസ് പീപ്പിൾ, പ്രൊഫഷണൽസ് ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം. ഈ പരിശീലനങ്ങൾ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ജീവോർജം ഉണ്ടല്ലോ, അതിനെ ലോകം കീഴടക്കാനുള്ള ഒരു അധികാരമാക്കി മാറ്റാൻ സഹായിക്കും. എനിക്കിനിയൊന്നും വിളിക്കാനില്ല, എൻ്റെ വാശിയും എൻ്റെ ഈഗോയും ഈ ലോകം കാണട്ടെ എന്ന ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിലേക്ക് മനോധൈര്യം നൽകാൻ ഒരു തേരാളിയായി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് പുരാതന ഇന്ത്യൻ ശാസ്ത്രത്തിലുള്ള ഊർജ കേന്ദ്രങ്ങളുണ്ട്, അതിനെ ആധുനിക സയൻസുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഗാംഭീര്യം അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നമുക്ക് പഠിക്കാം. നിങ്ങളുടെ ഉള്ളിലെ കരുത്തിനെ 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കും. അടുത്ത വീഡിയോക്കായി ഉത്സാഹത്തോടെ കാത്തിരിക്കുക.